Hi everyone, welcome to Mastermind Defense Academy. Staff Selection Commission, Central Armed Police Forces, Sub-Inspector നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഒരു സുവർണാവസരം തന്നെയാണ് ഈ എൻട്രി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഈ നോട്ടിഫിക്കേഷനിലുള്ള സെൻട്രൽ ആർmed പോലീസ് ഫോഴ്സസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ITBP ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, SSB സശസ്ത്ര സീമാ ബൽ. ഇതുകൂടാതെ ഡൽഹി പോലീസ് കൂടി ഈ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ കൂടി ഈ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒന്ന് നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28 മാർച്ച് ആണ്. ഓക്കെ, മാർച്ച് 28 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. സോ ഇനി അധികം ദിവസങ്ങളില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അവസാന ദിവസങ്ങളിലേക്ക് പോകുന്തോറും സെർവർ ബിസി ആവാൻ സാധ്യതയുണ്ട്, ഹെവി ട്രാഫിക് കാരണം. അതിനാൽ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, നിങ്ങളുടെ ചാൻസ് മിസ്സാക്കാതിരിക്കുക. ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പഴയ വെബ്സൈറ്റ് ssc.nic.in എന്നതായിരുന്നു. പക്ഷേ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുതിയ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ssc.gov.in. ഇനിയുള്ള എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ചെയ്യേണ്ടത് ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. സോ ഇപ്പം തന്നെ നിങ്ങൾ പോയിട്ട് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. നമ്മൾ മുമ്പത്തെ വെബ്സൈറ്റിൽ ചെയ്ത പോലെ തന്നെ ssc.gov.in വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. സാലറി, ഇനി പോസ്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത സാലറി തന്നെയാണ്. ലെവൽ 6 പേ സ്കെയിലാണ് സബ് ഇൻസ്പെക്ടറിന്റെ റേഞ്ച് വരുന്നത്. അതായത് 35,400 rupees to 1,12,400. നല്ലൊരു പാക്കേജ് തന്നെയാണ് വരുന്നത്. ഇത് ബേസിക് പേ മാത്രമാണ്. ഇതുകൂടാതെ തന്നെ ഡിയർനസ് അലവൻസ്, നമുക്കറിയാം ഇപ്പോൾ 50% ആണ് ഡിയർനസ് അലവൻസ് വരുന്നത്. അതുകൂടാതെ തന്നെ പല ഗവൺമെന്റ് അലവൻസുകളും ലഭിക്കുന്നു. കൂടാതെ ഇത് ക്ലാസ് ബി പോസ്റ്റ് കൂടിയാണ്. സെൻട്രൽ ആർmed പോലീസ് ഫോഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് ബി പോസ്റ്റ് കൂടിയാണ്, നോൺ മിനിസ്റ്റീരിയൽ. സോ ഇത് മിസ്സാക്കാതിരിക്കുക. ഇതൊരു വലിയ പോസ്റ്റ് തന്നെയാണ്, വലിയൊരു പവറുള്ള പോസ്റ്റ് തന്നെയാണ്. ഇനി വേക്കൻസിയിലേക്ക് പോകാം. നല്ലൊരു വേക്കൻസി തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. സെൻട്രൽ ആർmed പോലീസ് ഫോഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ BSFന്റെ കേസിൽ ടോട്ടൽ 892 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അതിൽ എക്സ് സർവീസ്മെന്റ് വേക്കൻസി 90 വേക്കൻസികളാണ്. BSFന്റെ കേസിലാണെങ്കിൽ മെയിൽ വേക്കൻസി വരുന്നത് 847 ആണ്. ഫീമെയിൽസിനാണെങ്കിൽ 45 വേക്കൻസിയാണ് വരുന്നത്. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നമ്മൾ എയർപോർട്ടിലൊക്കെ പലപ്പോഴും ഇവരെ കണ്ടിട്ടുണ്ടാവും. സോ CISFന്റെ കേസിലാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ 1437 വേക്കൻസിയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 160 വേക്കൻസീസ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 1597 വേക്കൻസിയാണ് CISFൽ മാത്രം വന്നിട്ടുള്ളത്. ഇനി CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 1113 വേക്കൻസി വന്നിട്ടുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 59 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 1172 വേക്കൻസീസ് ആണ് CRPFൽ മാത്രം വന്നിരിക്കുന്നത്. ഇനി ITBP ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ കേസിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് വന്നിരിക്കുന്നത് 237 വേക്കൻസിയാണ്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 41 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ആയിട്ട് 278 വേക്കൻസീസ് ആണ് ITBPയിൽ വന്നിരിക്കുന്നത്. ഇനി SSB സശസ്ത്ര സീമാ ബൽ നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 59 വേക്കൻസിയും അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 3 വേക്കൻസി, അങ്ങനെ 62 വേക്കൻസിയാണ് SSBയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4001 വേക്കൻസീസ് ആണ് സെൻട്രൽ ആർmed പോലീസ് ഫോഴ്സിന് മാത്രം ഉള്ളത്. ഇനി ഡൽഹി പോലീസ് കൂടിയുണ്ട്, നമുക്ക് നോക്കാതെ. ഇനി എക്സ് സർവീസ്മെന്റ് കേസിലാണെങ്കിൽ സെൻട്രൽ ആർmed പോലീസ് ഫോഴ്സിൽ 401 വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ അവർക്കും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി നമുക്ക് ഡൽഹി പോലീസിന്റെ കേസ് നോക്കാം. ഡൽഹി പോലീസിന്റെ കേസിലാണെങ്കിൽ ടോട്ടൽ വേക്കൻസി വരുന്നത് 125 വേക്കൻസീസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ വരുന്നത്. സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് ഫീമെയിൽ ആണെങ്കിൽ 61 വേക്കൻസീസ് ആണ് വരുന്നത്. സോ ഇതൊരു നല്ല വേക്കൻസിയാണ്. ഡൽഹി പോലീസ് ലക്ഷ്യം വെക്കുന്ന ആൾക്കാർക്കും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, നമുക്കിനി ഏജ് ലിമിറ്റ് ഒന്ന് നോക്കാം. 20 to 25 ഇയേഴ്സ് ആണ് ഈ നോട്ടിഫിക്കേഷന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻസ് ഉണ്ട്, നമുക്കത് പിന്നീട് നോക്കാം. അതായത് 2/8/1999 അതുപോലെ തന്നെ 1/8/2004 മധ്യ ജനിച്ച ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നന്നായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നത്. ഓക്കെ, നമുക്ക് ഏജ് റിലാക്സേഷൻസ് കൂടി നോക്കാം. SC/ST കാറ്റഗറി ആണെങ്കിൽ 5 ഇയേഴ്സ് ആണ് റിലാക്സേഷൻ ലഭിക്കുന്നത്. അതുപോലെ OBC കാറ്റഗറി ആണെങ്കിൽ 3 ഇയേഴ്സ് ആണ് റിലാക്സേഷൻ ലഭിക്കുന്നത്. ഇനി എക്സ് സർവീസ്മെന്റ് കേസ് ആണെങ്കിൽ നമ്മുടെ മിലിറ്ററി സർവീസ് കുറച്ചതിന് ശേഷം മൈനസ് ചെയ്തതിനു ശേഷം 3 വർഷത്തെ ഡിഡക്ഷൻ ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഏജ് റിലാക്സേഷൻസ് വരുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രിയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഏജ് ലിമിറ്റ് പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. SSC CAPF SAയുടെ സെലക്ഷൻ പ്രൊസീജിയർ. ഫസ്റ്റ് വൺ Tier 1 എക്സാം ആണ്. Tier 1 എക്സാം ആണ് ആദ്യത്തെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ Tier 1 എക്സാമിനെ
ആണ് ആദ്യമേ അഭിമുഖീകരിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, ഇങ്ങനെ 2 ടെസ്റ്റുകളാണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും. സോ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് Tier 2 എക്സാം ഉണ്ടായിരിക്കും. Tier 2 ശേഷമാണ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതാണ്. സോ ഇതാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് Tier 1 എക്സാമിന്റെ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ 4 സബ്ജക്റ്റുകളാണ് ഈ എക്സാമിൽ വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. സോ ഈ 4 സബ്ജക്റ്റുകൾ സാധാരണ എല്ലാ SSC എക്സാമിലുള്ള പോലെ തന്നെ 4 സബ്ജക്റ്റുകളാണ് ഈ എക്സാമിൽ വരുന്നത്. അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് വീതമാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്നും 50 മാർക്സ്, അതായത് 50 ക്വസ്റ്റ്യൻസിൽ 50 മാർക്സ് ആണ് ഓരോ സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. സോ അങ്ങനെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 200 മാർക്സ് ആണ്. 200 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ ടൈം എക്സാമിന്റെ 2 hours ആണ്. സോ ഇതാണ് Tier 1 എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി PST ആൻഡ് PET, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ നമ്മൾ ഹൈറ്റ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഹൈറ്റ്. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഹൈറ്റ് ആണെങ്കിൽ 170 മസ്റ്റ് ആണ് ഹൈറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഷെഡ്യൂൾ ട്രൈബ്സ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ 162.5 ആണ് ഹൈറ്റ് വേണ്ടത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസ് ആണെങ്കിൽ 157 ആണ് ഹൈറ്റ് വേണ്ടത്. അതുപോലെ ഷെഡ്യൂൾ ട്രൈബ്സിൽ നിന്ന് ഫീമെയിൽ ആണെങ്കിൽ 154 ആയിട്ട് റിലാക്സേഷൻ ഉണ്ട്. സോ ഹൈറ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഈ കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഹൈറ്റ് നിങ്ങൾക്ക് റിക്വയർമെന്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഈ PSTയുടെ സമയത്ത് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഹൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക നന്നായിട്ട്. ഇനി ചെസ്റ്റിന്റെ കേസ് ആണെങ്കിൽ അൺഎക്സ്പാൻഡഡ് ആയിട്ടുള്ള ചെസ്റ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 80 ആണ്. എക്സ്പാൻഡഡ് ആയിട്ടുള്ളത് വരുന്നത് 85 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ആണ് വേണ്ടത്. അതുപോലെ ഷെഡ്യൂൾ ട്രൈബ്സിൽ വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് 77 ആണ് അൺഎക്സ്പാൻഡഡ് ആയിട്ടുള്ള ചെസ്റ്റ് വേണ്ടത്. അതിനുശേഷം എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ വേണം. 82 സെന്റിമീറ്റർ ആണ് എക്സ്പാൻഡഡ് ആയിട്ടുള്ള ചെസ്റ്റ് വേണ്ടത്. സോ ഇതാണ് നിങ്ങൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന കാറ്റഗറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. ഇനി ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് കുറച്ച് ഐറ്റങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. 100 മീറ്റർ റേസ് ഇൻ 16 സെക്കൻഡ്സ്. ആദ്യം തന്നെ 100 മീറ്റർ റേസ് ആണ്. 16 സെക്കൻഡ്സിലാണ് 100 മീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ് വരുന്നത്. അത് 6.5 മിനിറ്റ്സ് ആണ് സമയം വരുന്നത്. ഓക്കെ. 2 റേസ് ആണ് വരുന്നത്, 100 മീറ്റർ റേസ് ആൻഡ് 1.6 കിലോമീറ്റർ റേസ്. 100 മീറ്റർ റേസ് ആണെങ്കിൽ 16 സെക്കൻഡ്സിലാണ് ക്ലിയർ ചെയ്യേണ്ടത്. 1.6 കിലോമീറ്റർ റേസ് ആണെങ്കിൽ 6.5 മിനിറ്റ്സിലാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നത് ലോങ് ജമ്പ് ആണ്. ലോങ് ജമ്പ് 3.65 മീറ്റേഴ്സ് ആണ് നമ്മൾ ചാടേണ്ടത്. 3 ചാൻസ് നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് ഹൈ ജമ്പ് ഉണ്ടായിരിക്കും. 1.2 മീറ്റേഴ്സ് ആണ് ചാടേണ്ടത്. അതിനൊരു 3 ചാൻസസ് ലഭിക്കുന്നതാണ്. ഓക്കെ. ലോങ് ജമ്പിന്റെ കേസ് ആണെങ്കിൽ 3.65 മീറ്റർ ആണ്. ഹൈ ജമ്പിന്റെ കേസ് ആണെങ്കിൽ 1.2 മീറ്റർ ആണ്. അത് കഴിഞ്ഞാൽ ഷോർട്ട് പുട്ട് ആണ് ഉണ്ടായിരിക്കുക. 4.5 മീറ്റർ ആണ് നമ്മൾ ഷോർട്ട് പുട്ട് എറിയേണ്ടത്. അതിന് 3 ചാൻസ് ലഭിക്കുന്നതാണ്. സോ ഇതാണ് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ വരുന്ന ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്. ഇനി നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം നോക്കാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇതുപോലെ തന്നെ 100 മീറ്റർ റേസ് 18 സെക്കൻഡിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 800 മീറ്റർ റേസ് ഉണ്ട് 4 മിനിറ്റ്സിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ലോങ് ജമ്പ് ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്. ലോങ് ജമ്പിന്റെ കേസ് ആണെങ്കിൽ 2.7 മീറ്റർ 3 ചാൻസ് ലഭിക്കുന്നതായിരിക്കും. 2.7 മീറ്റർ ആണ് ചാടേണ്ടത്. ഹൈ ജമ്പ് ആണെങ്കിൽ 0.9 മീറ്റർ ആണ് 3 ചാൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 2 റേസ് വരുന്നുണ്ട് ഇവിടെയും. 100 മീറ്റർ റേസും അതുപോലെ 800 മീറ്റർ റേസും. 100 മീറ്റർ റേസ് ആണെങ്കിൽ 18 സെക്കൻഡ്സും 800 മീറ്റർ റേസ് ആണെങ്കിൽ 4 മിനിറ്റ്സും. നമ്മൾ ഇത് നന്നായിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഒരു 2 വീക്സ് 3 വീക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. പല കാൻഡിഡേറ്റ്സും പലപ്പോഴും ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി Tier 2 എക്സാം നിങ്ങൾ ഫിസിക്കൽ ടാസ്റ്റ്, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് Tier 2 എക്സാം ആണ്. നമുക്ക് എക്സാം ഒന്ന് നോക്കാം. എക്സാം മെയിൻ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷിന്റെ ബേസിസിലാണ്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജും ആണ് എക്സാമിൽ വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാക്സിമം മാർക്സ് 200 ആണ്. ടൈം ഡ്യൂറേഷൻ 2 hours ആണ്. ഓക്കെ. അതായത് ഓരോ ക്വസ്റ്റ്യന് 1 മാർക്കാണ് വരുന്നത്. അങ്ങനെ 200 ക്വസ്റ്റ്യൻ 200 മാർക്സ് 2 hours. ഇതാണ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. All the candidates who qualify the Tier 2 will be medically examined by the prescribed medical officers. So Tier 2 ക്ലിയർ ചെയ്ത ആൾക്കാർക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ സാധാരണ എല്ലാ ഡിഫൻസ് എക്സാംസിലുള്ള പോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഇതിലുണ്ടായിരിക്കും. സോ ആ മെഡിക്കൽ ടെസ്റ്റിലേക്ക് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് പോകാൻ പറ്റും. സോ ഇതാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. ഇനി NCC C സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനുള്ള കുറച്ച് ബോണസ് മാർക്കുകൾ നമുക്ക് നോക്കാം. അതിൽ തന്നെ NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കാണ് ബോണസ് മാർക്കായിട്ട് ലഭിക്കുന്നത്. അതായത് 5% ഓഫ് ദ മാക്സിമം മാർക്ക്. മാക്സിമം മാർക്കിന്റെ 5% നിങ്ങൾക്ക് ബോണസ് മാർക്കായിട്ട് ലഭിക്കുന്നുണ്ട്. സോ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ചാൻസ് തന്നെയാണ്. ടോട്ടൽ മാർക്കിന് 10 മാർക്കാണ്. ടോട്ടൽ മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് ബോണസ് ആയിട്ടാണ് ലഭിക്കുന്നത്. സോ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. NCC B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും 6 മാർക്സ് ലഭിക്കുന്നുണ്ട്. 3% ഓഫ് ദ മാക്സിമം മാർക്ക്. അതുപോലെ NCC A സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ 4 മാർക്സ് ലഭിക്കുന്നു ടോട്ടൽ മാർക്കിന്റെ.
2% ഓഫ് ദ മാക്സിമം മാർക്ക്. സോ NCCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. ഹൗ ടു അപ്ലൈ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയ വെബ്സൈറ്റ് ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ssc.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, മുമ്പ് ssc.nic.in എന്ന വെബ്സൈറ്റിൽ ചെയ്ത പോലെ തന്നെ. സോ പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, വൈകാതിരിക്കുക. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 rupees ആണ് ഫീ വരുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരും അതുപോലെ എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരും ഫീസ് അടക്കേണ്ടതില്ല. ജനറൽ കാറ്റഗറി OBC കാറ്റഗറിയിൽ വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഫീസ് അടക്കേണ്ടത് വരുന്നത്. 100 rupees ആണ് എക്സാമിനേഷൻ ഫീ. ഓക്കെ, നിങ്ങൾ CAPF SI എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഓഫ്ലൈൻ ആയിട്ട് കോച്ചിങ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഞങ്ങളുടെ ഓഫ്ലൈൻ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8943901234 എന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോച്ചിങ്ങിന്റെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് അല്ലെങ്കിൽ ഡൽഹി പോലീസസിൽ നിങ്ങൾക്ക് SI സബ് ഇൻസ്പെക്ടർ ആവാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഡിഫൻസ് മേഖലയിലെ പുതിയ അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.